ആഭിമുഖ്യത്തിലുള്ള ചിൽഡ്രൻസ് കമ്മീഷൻ ശിശുദിനം ആഘോഷിക്കാനായിട്ട് അതിന് ആരംഭം കുറിക്കുകയാണ്. നമ്മുടെ രൂപതയിലാണ് അതിന് തുടക്കമിടുന്നത്. അടുത്ത ഞായറാഴ്ചയാണ് ആഗോള ശിശുദിനമായിട്ട് മാർപ്പാപ്പ അതിൻ്റെ ഔദ്യോഗികമായ തുടക്കം റോമില് കുറിക്കുന്നത്. അപ്പോഴേ വർത്തമാനം പറയാതൊന്ന് ശ്രദ്ധിച്ചിരിക്കും. നിങ്ങളെല്ലാവരും അടുത്തിരിക്കുന്നവരോടും പുറകിരിക്കുന്നവരോടും ഒക്കെ വർത്തമാനം പറയാനാണെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് സംസാരിക്കുന്നത്? ഭാരതത്തിലെ ശിശുദിനമുണ്ട്, അറിയാവോ? നമ്മുടെ ഇന്ത്യയിൽ ഒരു ശിശുദിനം ആഘോഷിക്കാറുണ്ട്. എന്നാണത്? അതെ, നവംബറിലാണ്. നെഹ്റുവിന്റെ ജന്മദിനം പ്രമാണിച്ചാണ്. ശിശുക്കള് ലോകത്തിന്റെ ഭാവിയാണ്. നിങ്ങളാണ് വളർന്ന് വലുതാകുന്നത്. ഇന്ന് ഏറ്റവും കുറവ് ലോകത്തില് ഉള്ളതും ശിശുക്കളാണ്. ജപ്പാനില് കുട്ടികൾ ഒട്ടുമില്ല. മറ്റു പല രാജ്യങ്ങളിലും കുട്ടികളില്ല. കുട്ടികളില്ലാതെ വരുമ്പോൾ പ്രായാധിക്യമുള്ളവര് ജോലി ചെയ്ത് സംരക്ഷിക്കാനായിട്ട് യുവജനങ്ങളില്ലാതെ വരും. അങ്ങനെ പല അപകടങ്ങളുണ്ട്. ഭാഗ്യവശാല് നമ്മുടെ ഭാരതത്തില് കുട്ടികളുടെ ക്ഷാമം ഒന്നുമില്ല, യുവാക്കളുടെ ക്ഷാമമില്ല. പകുതിയോളം പേര് ഏതാണ്ട് ആ യുവജന പ്രായത്തിലാണുള്ളത്. പക്ഷെ നമ്മുടെ വീടുകളിലും നമ്മുടെ കേരളത്തിലൊക്കെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കഷ്ടിച്ച് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് മുഴുവൻ. അപ്പൊ എന്താണെന്നറിയാമോ? മാതാപിതാക്കന്മാരുടെ മുഴുവൻ ശ്രദ്ധയും സ്നേഹവും പരിലാളനവും എല്ലാം തനിക്ക് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ കൂടുതൽ സ്വാർത്ഥരായി പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, അത് സംഭവിക്കുന്നുണ്ട്. പണ്ട് വീടുകളില് കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നപ്പോ പരസ്പരം കുറവുകളെല്ലാം ഒന്നും തികയില്ലായിരുന്നു. മൂത്താളിന് ഇങ്ങനെ കഞ്ഞി വിളമ്പി കഴിയുമ്പോൾ ഒരറ്റത്തുനിന്ന് മറ്റേറ്റത്തെത്തുന്നതിന് മുമ്പ് ഇടി തുടങ്ങും, ഇതേ തീർന്നെന്നും പറഞ്ഞു. എത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. നമുക്ക് കുട്ടികളുണ്ടാവണം, അല്ലെങ്കിൽ അടുത്ത തലമുറയില് ക്രിസ്ത്യാനി എന്ന് പറയാൻ ആരും ഉണ്ടാകില്ല. അത് പറ്റില്ല. നമുക്ക് കുട്ടികളെ വേണം, കൂടുതൽ കുട്ടികളെ വേണം. നമ്മുടെ മാർപ്പാപ്പ പറയുകയുണ്ടായി, പല കുടുംബങ്ങൾക്കും പട്ടിയെ മതി, കുട്ടിയെ വേണ്ട എന്ന്. നിങ്ങള് മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങളെ ഒരു അപകടം പിടിച്ച പ്രായമാണ്, ഓർക്കണം. നമുക്ക് ചീത്തയാകാനായിട്ട് ധാരാളം ചാൻസ് ഉണ്ട്. നമ്മളെ ദുരുപയോഗിക്കാനും അപകടപ്പെടുത്താനുമായിട്ടൊക്കെ ഉള്ള വളരെയധികം ചാൻസ് ഇപ്പൊ ഉണ്ട്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം ചെയ്യപ്പെടുന്ന മേഖലയാണ് നമ്മുടെ ഇടക്കൊച്ചി, പെരുമ്പടപ്പ്, കുമ്പളങ്ങി ഏരിയ. അറിയാമോ നിങ്ങൾക്കത്? നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആ ശീലങ്ങളിലേക്ക് കൊണ്ടുപോകാനും വഞ്ചിക്കാനും ഒക്കെ അവസരങ്ങൾ അവർ പാർത്തിരിക്കുകയാണ്. അക്രമവും
പിന്നെ അങ്ങനെ പല കാര്യങ്ങളാണ് ചുറ്റുപാടും നടക്കുന്നത്. ഇക്കാലത്ത് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 സിനിമയുടെ പേര് പറഞ്ഞ്. ആവേശം ഒന്ന്, രണ്ടാമതൊന്ന് പറഞ്ഞ്. പ്രേമലു, മൂന്നാമത്തത് മഞ്ഞുമൽ ബ്രദേഴ്സ്. ഓക്കെ, ബോയ്സ് ആയാലും ബ്രദേഴ്സ് ആയാലും ഇത് നല്ലതാണ് എന്ന്, നല്ല സിനിമയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ധാരണ പെശകാണ്. നിങ്ങളൊരു കാര്യം എഴുതി, ആവേശമെന്ന സിനിമയില് മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ്. ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ല, പഠിക്കുന്ന കുട്ടികളുമില്ല. ബാറിലാണ് മുഴുവൻ നേരവും അക്രമവും അടിപിടിയുമാണ്. അതെന്ത് സന്ദേശമാണ് നിങ്ങൾക്ക്? അപ്പോ നിങ്ങളെ പറയും, നിങ്ങൾക്ക് നമ്മുടെ ഒരു പാട്ട് പാടാനായിട്ട് നമുക്കൊരു പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും? ഇല്ലൂമിനാത്തി എന്ന് പറയും. ഇല്ലൂമിനാത്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? എന്താണ്? അതായത് അതൊരു പ്രത്യേക പിന്നെ ഈ നമ്മുടെ മതത്തിനും മറ്റെല്ലാത്തിനും ഒക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അത് നിങ്ങൾ അറിയണം. ഈ ഫ്രീമേസൺസ് പോലുള്ള ഒരു സംഘടനയാണ്. അവർക്ക് പ്രത്യേക എൻലൈറ്റൻമെന്റ്, വെളിച്ചം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ പരമ്പരാഗത മൂല്യങ്ങളെയും ചവിട്ടിമേലിക്കുന്ന ഒരു സംഘടനയാണ്. ആ സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് അത് നല്ല സിനിമയാണെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇടിച്ചു കയറുകയാണ്. ഇനി പ്രേമലു എടുക്കുക, അവിടെയും അടിയും കുടിയൊക്കെ തന്നെയാണ്. നിങ്ങള് നല്ലപോലെ ശ്രദ്ധിച്ചത് നോക്കിയാൽ മനസ്സിലാകും. പിന്നെ മഞ്ഞുമൽ ബ്രദേഴ്സിന്റെ കാര്യം, അവര് ബ്രദേഴ്സാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്ന ബോയ്സ്. അതെങ്ങനെ നല്ല സിനിമയാവും നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരാള് അപകടത്തിൽ പോയപ്പോ പോലീസും ഫയർ സർവീസും ഒക്കെ ഒന്നും ചെയ്യാതിരുന്നപ്പോഴും അവരുടെ കൂട്ടത്തിൽ ഒരാള് ഇറങ്ങി ആ 120 അടി താഴ്ചയുള്ള ആ കുഴിയിലിറങ്ങി ആ വീണയാളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നല്ല കാര്യം. മാത്രമല്ല അവർ പറയുന്നു, അവൻ ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങളും എല്ലാവരും ആ കുഴിയിലേക്ക് ചാടാൻ പോവുകയാണ് എന്ന്. പക്ഷേ ഒരു കാര്യം ആലോചിച്ചേക്കണം, അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരം മുതൽ വഴുതിയിലെ കുടിയും ഛർദിയും മാത്രമാണ്. അപ്പോ ഇടക്കൊന്നും കാണിക്കും പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപാനം അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നിട്ട് ഫുൾ ടൈം ഛർദിയാണ്, കുടിച്ചു മറിയുകയാണ്. അപ്പൊ നിങ്ങൾ ആകർഷിക്കപ്പെടുന്നത് ഇപ്പൊ കുടി വലി എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമല്ലാതെ. അപ്പോഴ് നിങ്ങൾ ഓർക്കേണ്ടത് ചില്ലറ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് അതാണ് ഏറ്റവും വലിയ ആകർഷണമായിട്ട് പറയുമ്പോ നമ്മുടെ ശരിയായ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടി യൂണിഫോം ഇട്ടുകൊണ്ട് പോകുമ്പോ പകരം വേറൊരു ഉടുപ്പ് ബാഗിൽ വെച്ചിട്ടാണ് പോകുന്നത്. ക്ലാസ് കട്ട് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ പല പണികളിൽ ഏർപ്പെട്ട്. ഇപ്പൊ നമ്മുടെ ഈ അയൽ തൊട്ടടുത്താണ്
ഒരു 35 വയസ്സുകാരന് മറ്റൊരാൾ കൊന്ന് അവിടെ ഇതിൻ്റെയൊക്കെ പിറകില് മയക്കുമരുന്നിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും നിങ്ങളെ അതിനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നിന്നു കൊടുക്കാതിരിക്കുക. നമ്മുടെ വിശ്വാസം, നമ്മുടെ പള്ളികളുടെ മുന്നിലെല്ലാം ഇപ്പോ ഒരു പടം കൊണ്ടുവന്ന് പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അച്ഛന്റെ പള്ളിയുടെ മതിലും ഉണ്ട്. എംപറർ എമ്മാനുവൽ, അത് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു സംഘമാണ്. സർവർ ഇപ്പൊ അവിടെ ആള് കിട്ടാത്തത് കൊണ്ട് ആളെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ടുള്ള ആകർഷണമായിട്ട് നടത്തുന്നതാണ്. മുമ്പ് ആ മതിലിനകത്ത് തന്നെ ഒരു ഒതുങ്ങിക്കൂടുകയായിരുന്നു. ലോകാവസാനം തങ്ങൾ മാത്രമാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാതെ ചെന്ന് നമ്മൾ തലവെച്ച് കൊടുക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാകണം. നമുക്ക് വിശ്വാസമാണ് ഏറ്റവും വലുത്. ആ വിശ്വാസം നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയാം. നിങ്ങളെ വളർന്നു വരണം, ആയുസ്സും വേണം. മനസ്സിലായോ? അല്ലാതെ വെട്ടി കുത്തി നീ എന്നെ കെട്ടിയില്ലെങ്കിൽ നിന്നെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് കുത്തിമറിച്ചിട്ടേക്ക് ഓടി രക്ഷപ്പെടുക. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നത്, ടി വിയിൽ കാണുന്നത്. നിങ്ങൾ അതൊന്നും ഓർക്കാതെയാണ് ഒരാളിങ്ങനെ കൈ കാണിച്ചാൽ ഉടനെ ഇറങ്ങിപ്പോവുക. മാതാപിതാക്കന്മാർ പറയുന്നതിനേക്കാൾ വേറെ വല്ലവരുമൊക്കെ പറയുന്നത് പ്രമാണമാവുക. എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ തല്ലിപ്പിരിഞ്ഞു പോവുക. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും ഉണ്ടാകാതെ ശരിയായ ആ നല്ല ബോധ്യങ്ങളിൽ, നല്ല വിശ്വാസത്തിൽ വളർന്നു വരാനായിട്ടുള്ള പരിശീലനത്തിനാണ് ഈ ശിശു സംരംഭങ്ങളെല്ലാം ശ്രമിക്കുന്നത്. നന്നായിട്ട് വരട്ടെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.